ആദ്യം നമുക്കൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ ടി കെ രാജ്മോഹനാണ്. ശ്രീ ടി കെ രാജ്മോഹൻ, ഇന്ന് രണ്ട് പേരുടെ വാക്കുകളാണ് പാകിസ്ഥാനിൽ നിന്നും വരുന്നത്. ഒന്ന് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ്, മറ്റൊന്ന് ഉപപ്രധാനമന്ത്രി. ഇവരുടെ രണ്ടുപേരുടെയും വാക്കുകൾ ഈ സംഭവത്തിന് പിന്നിലെ പാകിസ്ഥാന്റെ ബന്ധം തുറന്ന് സമ്മതിക്കുന്നതാണോ? പാകിസ്ഥാന് നയതന്ത്ര തലത്തിൽ ചെയ്യാൻ കഴിയുന്ന എല്ലാ തരത്തിലുമുള്ള തിരിച്ചടി ഇന്ത്യ ഇതിനകം നൽകി കഴിഞ്ഞിരിക്കുന്നു. അത് പ്രാവർത്തികമാക്കാനുള്ള അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങുന്നു. അതിനുമപ്പുറം ഒരു യുദ്ധത്തിന് അല്ലെങ്കിൽ അതിനും വലിയ ഒരു സൈനിക നടപടിക്കുള്ള ഒരുക്കത്തിലാണോ രാജ്യം? അല്ല, നമ്മുടെ വരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നതും പാകിസ്ഥാന്റെ ഈ രണ്ട് പ്രമുഖ ആൾക്കാർ പറഞ്ഞ അഭിപ്രായം കേട്ടാൽ പാകിസ്ഥാൻ ഭീകരവാദം വളർത്തുന്നൊരു രാജ്യമാണെന്നും അത് ഭീകരവാദം സ്പ്രെഡ് ചെയ്യുന്ന രാജ്യമാണെന്നും അവർക്ക് ഇന്നലെ ഉണ്ടായ ഈ ഉണ്ടായ ആക്രമത്തിൽ യാതൊരു ഒരു ഇതുമില്ല, ഒരു എന്താ പറയേണ്ടത്, തീരെ അതിനോടൊരു വളരെ കാഷ്വലായി എടുത്തിരിക്കുകയാണ്. അവർ കരുതിയിരിക്കുകയാണ് ഇത് വളരെ കാഷ്വലായിട്ടുള്ള കാര്യമാണെന്നല്ല. നമ്മുടെ ആദരണീയ നമ്മളെ പ്രധാനമന്ത്രി പറഞ്ഞു തന്നെ, നമ്മുടെ ആത്മാവിനേറ്റ മുറിവാണിത്. അത് സാധാരണ കാര്യമൊന്നുമല്ല. കാരണം നിരപരാധികളായ കുറെ ആൾക്കാർ, അതായത് വെറും ടൂറിസ്റ്റുകളായി വന്ന, അവർക്ക് ഒരു എൻജോയ്മെന്റ് വന്ന ആൾക്കാരാണ്, അവരെയാണ് വെടിവെച്ചിട്ടിരിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഈ ആക്ഷൻ, ഇത്തരത്തിലുള്ള ഭീകരവാദം, ടെററിസം, ഇത് ഇന്ത്യയുടെ ആത്മാവിനേറ്റ ഒരു മുറിവാണ്. ഇത് അടുത്ത കാലത്തൊന്നും ഒഴിഞ്ഞു മാറില്ല. അപ്പോൾ ഇതിന് മതിയായ ശരിയായ തിരിച്ചടി ഉണ്ടാവും. ആ തിരിച്ചടി അത് അദ്ദേഹം ഇന്നലത്തെ സ്പീച്ചിൽ നമ്മൾ ആദരണീയ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. നമുക്കതൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ ഈ BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് ഇത് ഒരു മേജർ അറ്റാക്ക് മൂന്നാമത്തെ അറ്റാക്കാണിത്. ഒന്നാമത്തെ നമുക്കെല്ലാം ഉറിയായിരുന്നു ഫസ്റ്റ്. അന്നും ഈ സംഭവം ഉണ്ടായപ്പോൾ നമ്മൾ ആദരണീയ പ്രൈം മിനിസ്റ്റർ അന്ന് എനിക്ക് തോന്നുന്നു അന്ന് കാലിക്കറ്റാണ് അദ്ദേഹം വന്ന് പ്രസ്താവന നടത്തിയെന്ന് തോന്നുന്നു. കാലിക്കറ്റ് പബ്ലിക് മീറ്റിംഗ് എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞതിന് അതിനെന്താ തിരിച്ചടി അന്ന് നമ്മൾ കൊടുത്തതാണ്. അതിനുശേഷമാണ് ഈ രണ്ടാമത്തെ അറ്റാക്ക് ഉണ്ടായത്. രണ്ടാമത്തെ അറ്റാക്കിൽ നമ്മളെ കുറെ ആൾക്കാർ മരിച്ചു. അതിന് നമ്മൾ തിരിച്ചടി കൊടുത്തു. അന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതും അതേപോലെ ഓപ്പറേഷൻ നമ്മൾ നടത്തി. അപ്പൊ അതിനുശേഷം ഇപ്പൊ മൂന്നാമത്താണ്. അപ്പൊ ഇതിലും അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം ഇന്നലത്തെ സ്പീച്ച് ഇംഗ്ലീഷിലും കൂടിയായിരുന്നു. അതായത് ഇറ്റ് ഈസ് അഡ്രസ് ടു വേൾഡ് കമ്മ്യൂണിറ്റി. അതായത് നമ്മൾ തിരിച്ചടിക്കും, അതേസമയം എല്ലാവരും സപ്പോർട്ടും കിട്ടിക്കൊണ്ട് നമ്മൾ തിരിച്ചടിക്കും. അതാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. അപ്പൊ അതിന് മതിയായ ഒരു തീരുമാനങ്ങളൊക്കെ ഡ്യൂ കോഴ്സിൽ വരും. തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു തിരിച്ചടി തന്നെയാണ്. ആ തിരിച്ചടി നമുക്കൊക്കെ ഇന്ത്യക്കാർക്ക് ആഹ്ലാദം ഉണ്ടാക്കുന്നത്. കാരണം നമ്മുടെ നിരപരാധികളായ കുറെ ആൾക്കാരാണ് മരണപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നിരപരാധികളായ ഈ ആൾക്കാർ മരണപ്പെടുമ്പോൾ അവർക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത വേറെ സംസ്ഥാനക്കാരാണ്. അവർ എൻജോയ് ചെയ്യാൻ വന്നതാണ്, അവരുടെ വെക്കേഷൻ എൻജോയ് ചെയ്യാൻ വന്ന ആൾക്കാരാണ്. അവരുടെ നേർക്കാണ് ഈ ബ്രൂട്ടലായിട്ടൊരു അറ്റാക്ക് ഉണ്ടായിരിക്കുന്നത്. അതിന് മതിയായ ഒരു അറ്റാക്ക് ഉണ്ടാവും. അതിനാണ് ഇപ്പം ഇന്ത്യ ഗവൺമെന്റ് ട്രൈ ചെയ്യുന്നത്. അത് ഡിപ്ലോമാറ്റിക് വേയിൽ കൂടി ഇപ്പം ഡിപ്ലോമാറ്റിക് സൈഡിൽ നമ്മൾ ഇന്നലെ കുറെ തീരുമാനങ്ങൾ പറഞ്ഞു. ഇനിയിപ്പോൾ രണ്ടാമത് അത് ഡിപ്ലോമാറ്റിക് സൈഡിൽ കൂടി കുറെ ചെയ്യും. കൂടാതെ മിലിറ്ററി ലെവലിലും നമ്മുടെ ആം ഫോഴ്സ് ലെവലിലും പല കാര്യങ്ങളും പല ഓപ്പറേഷൻസും നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യൻസ് അത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് മതിയായ, അതായത് പ്രധാനമന്ത്രി ഭാഷ പറഞ്ഞ മൂത്തോട് ജവാബ്. അതാണ് അതിന് അവർക്ക് മറക്കാത്ത ഒരു പ്രതിവിധി, ഒരു മറുമരുന്നാണ് നമ്മൾ കൊടുക്കുന്നത്. തീർച്ചയായും അത് വരുന്ന ആളുകൾ നമ്മൾ പ്രതീക്ഷിക്കാം. അത് എങ്ങനെയാണ് എന്താണെന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ ആംഡ് ഫോഴ്സ്, നമ്മുടെ പൊളിറ്റിക്കൽ ഹെഡാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. നമ്മളെല്ലാവരും സാധാരണ ഇന്ത്യക്കാരെന്നല്ല നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് ഈ അവിടെ മതിയായ ഒരു തിരിച്ചടി ഉണ്ടാവും. ആ തിരിച്ചടി പാകിസ്ഥാൻ ഒരിക്കലും മറക്കില്ല. പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ ഒരു പുതിയ അവരെ ആർമി ചീഫ് വന്നിട്ടുണ്ട്. ആ ആർമി ചീഫ് വെറും ഒരു ആർമി ചീഫിൽ അയാളുടെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പത്തെ പ്രസംഗം നമ്മളൊക്കെ യൂട്യൂബിൽ കണ്ടതാണ്. അപ്പൊ ആ പ്രസംഗം നമ്മൾ കേട്ടതാണ്. അത് അത്തരത്തിൽ പ്രസംഗിക്കുന്ന അത്തരത്തിലുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ള, അതായത് അവർ പറഞ്ഞിരിക്കുകയാണ് ജമ്മു ആൻഡ് കശ്മീർ അവരുടെ
ജീവനാഡിയാണെന്നാണ് വീണ്ടും വീണ്ടും പറഞ്ഞിരിക്കുന്നത്. അത് ഒരു പരസ്യമായിട്ട് ഒരു പബ്ലിക് മീറ്റിംഗിൽ, അതായത് ഈ ഓവർസീസ് പാകിസ്ഥാനീസിന്റെ മീറ്റിംഗിൽ അവിടുത്തെ ചീഫ് ഓഫ് ആർമി പറഞ്ഞിരിക്കുകയാണ്, അത് നമ്മുടെ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു ഹാർഡ് സ്റ്റേറ്റ് ആണ്. അതായത് അവിടെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഹിന്ദു മുസ്ലിം എന്നൊരു വ്യത്യാസമുണ്ടെന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് ഒരു പബ്ലിക് സ്പീച്ചിലാണ് പറയുന്നത്. നമുക്ക് ഇവിടെ ഇന്ത്യയിൽ അങ്ങനത്തെ നമ്മൾ ചിന്തിക്കാൻ പറ്റും? ഇന്ത്യയിൽ ഓവർസീസിന്റെ ഒരു മീറ്റിംഗിൽ ഇങ്ങനെ ആംഡ് പോലീസിന്റെ നമ്മൾ ആർമിയുടെ ചീഫ് വന്ന് സംസാരിക്കുമോ? ഇല്ല. നമ്മളതിന്റെ പ്രോട്ടോകോൾ പാലിക്കും. നമ്മുടെ ആം ബറ്റാലിയനും ആംഡ് ഫോഴ്സ് അതിന്റേതായ എല്ലാ പ്രോട്ടോകോളും പാലിക്കും. പക്ഷെ ഇന്ന് നമ്മൾ ആ പ്രസംഗം കേട്ടതാണ്. അത് തന്നെ പറയാണ് അവര് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ ടെററിസം ബ്രീഡിംഗ് സെന്ററാണ് പാകിസ്ഥാൻ. സ്പെഷ്യലി ആസാദ് നമ്മുടെ ബോർഡർ ഭാഗത്തിൽ ബ്രീഡിംഗ് സെന്ററാണ്. ഈ ജെയ്ഷെ മുഹമ്മദ് ആയാലും LET ആയാലും ലഷ്കർക്കായാലും ബാക്കി എല്ലാവർക്കും ഫുൾ സപ്പോർട്ടും അവിടെ ബ്രീഡിംഗ് സെന്ററായിട്ട് അവർ തീർത്തിരിക്കുകയാണ്. അവിടുന്നാണ് പാകിസ്ഥാനിലെ ആൾക്കാർ അവരൊക്കെ ഇത് ട്രെയിൻ ചെയ്തിട്ട് നമ്മളെ പതുക്കെ കടത്തി വിടുകയാണ് ഇവിടത്തേക്ക്. അപ്പൊ അവർ ചെയ്യുന്ന ആ ബ്രീഡിംഗ് സെന്റർ തന്നെ അവർ ചെയ്യുന്ന ഈ ആക്ടിവിറ്റീസ് അതാണ് ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും അതിന് മതിയായ ഒരു പ്രതിവിധി, മതിയായ ഒരു മറുപടി തീർച്ചയായിട്ടും ഉണ്ടാവും. അത് വരുന്നതാണ് നമുക്ക് കാണാൻ പറ്റും. അത് എങ്ങനെയാണ് തീരുമാനിക്കുന്നത് നമുക്ക് അതിനൊരു പരിധി നിശ്ചയിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ആദരണീയായ പ്രൈം മിനിസ്റ്റർ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്തായാലും തിരിച്ചുണ്ടാവും. അതിന് റൂട്ട് കോസിൽ പോകുന്ന പറഞ്ഞിരിക്കുന്നത്. ആരാണോ ഇത് തയ്യാറാക്കിയിരിക്കുന്നത് അവർ ചെയ്ത ആളെ മാത്രമല്ല, അതിന്റെ പ്രിപ്പറേഷൻ, അതിന്റെ ബാക്കപ്പ്, അതിന്റെ ലാസ്റ്റ് കണ്ണി വരെ നമ്മൾ അറ്റാക്ക് ചെയ്യും. ആ കണ്ണിയെ കൂടി നമ്മൾ അകത്താക്കുക എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ഒരു മതിയായ ഒരു തിരിച്ചടി തന്നെയാണ്. എന്നാൽ നമ്മുടെ ഇന്ത്യയുടെ ആ ശബ്ദവും ഇന്ത്യയുടെ ആ പ്രസക്തിയും ഇന്ത്യയുടെ അഭിമാനവും കാത്തുസൂക്ഷിക്കുന്ന തരത്തിൽ തന്നെയുള്ള ഒരു തിരിച്ചടിയൊക്കെ ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം.